നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡ് വിജയിച്ച് കയറി, PSG വിജയിച്ച് കയറി. ഇന്നും വമ്പൻ പോരാട്ടങ്ങളാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ. ബൊറൂസിയ ഡോട്ട്മുണ്ടും ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുന്നു, സിറ്റിയും യുവൻറ്റസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അങ്ങനെ കിടിലൻ പോരാട്ടങ്ങളുടെ ഒരു രാത്രിയാണ്. ആഴ്സണലിൻ്റെ കളിയുണ്ട് മൊണോക്കോക്കെതിരെ. ഇന്നത്തെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:15 2 മത്സരങ്ങൾ. അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് സ്ലോവൻ ബ്രാറ്റിസ്ലാവ പോരാട്ടവും ലില്ലി OSC വേഴ്സസ് SK സ്റ്റേം ഗ്രാസ് പോരാട്ടവും രാത്രി ഇന്ത്യൻ സമയം 11:15 ഇന്ന് രാത്രി 1:30 സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 ബെൻഫിക്ക വേഴ്സസ് ബൊളോഞ്ഞ പോരാട്ടമുള്ളത്. അതേ സമയത്താണ് മിലാൻ ക്രേനാസേസ്ത, അതായത് റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെതിരെ കളിക്കുന്നത്. പിന്നെ സിഗ്നൽ ഇദൂന പാർക്കിൽ അതേ സമയത്ത് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ FC ബാഴ്സലോണ കളിക്കാൻ ഇറങ്ങുകയാണ്. ഒപ്പം തന്നെ ഫെനൂർദ് വേഴ്സസ് സ്പാർട്ട പ്രാഹ പോരാട്ടമുണ്ട്. യുവൻറ്റസിൻ്റെ മൈതാനത്ത് യുവൻറ്റസിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി ഇറങ്ങുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സിറ്റിക്ക് വിജയം അനിവാര്യമാണ്. യുവൻറ്റസിൻ്റെ സ്ഥിതിയും UCL അങ്ങനെയൊക്കെ തന്നെയാണ്. ഒപ്പം തന്നെ VfB സ്റ്റുട്ട്ഗാർട്ട് വേഴ്സസ് യങ് ബോയ്സ് പോരാട്ടവും ആഴ്സണൽ വേഴ്സസ് മൊണോക്കോ പോരാട്ടവുമുണ്ട്. ചുരുക്കത്തിൽ സൂപ്പർ പോരാട്ടങ്ങളുടെ ഒരു രാത്രിയാണിത് എന്ന് തന്നെ പറയാം. UCL ആദ്യ 8 സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതിനുള്ള പോരാട്ടം മുറുകുന്നൊരു സമയമാണിത്. 6 റൗണ്ട് കളികൾ കഴിഞ്ഞു. ഇനി ലീഗ് ഘട്ടത്തിൽ 2 റൗണ്ട് മത്സരങ്ങൾ കൂടിയേ ഉള്ളൂ. ഇപ്പോൾ ഒന്നാമത് ലിവർപൂളാണ്, 6 കളികളിൽ നിന്ന് 18 പോയിൻ്റ്. രണ്ടാമത് ലെവർക്യൂസനും ആസ്റ്റൺ വില്ലക്കും ഇന്റർ മിലാനും ഒക്കെ ഉള്ളത് 13 വീതം പോയിൻ്റാണ്. ബ്രസ്റ്റിനും 13 പോയിൻ്റാണ്. അവർ യഥാക്രമം 2, 3, 4, 5 സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്. തൊട്ടുപുറകിൽ 12 വീതം പോയിൻറ്റുമായിട്ട് ബാഴ്സയും ബൊറൂസിയ ഡോട്ട്മുണ്ടും. അപ്പോൾ അവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ന് വിജയിക്കുന്ന ടീമിന് 2ാം സ്ഥാനത്തേക്ക് കയറാൻ പറ്റും. അതിൻ്റെ ഒരു പോരാട്ടം അവിടെ കാണാൻ നമുക്കിന്ന് കഴിയും. ഒപ്പം തന്നെ യുവൻറ്റസ് 5 കളികളിൽ നിന്ന് 8 പോയിൻറ്റ്, സിറ്റിക്ക് 5 കളികളിൽ നിന്ന് 8 പോയിൻറ്റ്. 20ാം സ്ഥാനത്തും 22ാം സ്ഥാനത്തുമാണ് യഥാക്രമം അവർ നിൽക്കുന്നത്. അവർക്ക് ആ സ്ഥാനം മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ആഴ്സണൽ 5 കളികളിൽ നിന്ന് 10 പോയിൻറ്റുമായിട്ടും മൊണോക്കോ 5 കളികളിൽ നിന്ന് 10 പോയിൻറ്റുമായിട്ടും 10-11 സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ്. ചുരുക്കത്തിൽ ഏതാണ്ട് ഒരേപോലെ നിൽക്കുന്നവർ തമ്മിലുള്ള നിർണായക പോരാട്ടത്തിൻ്റെ രാത്രിയാണ് ഇന്ന്. UCL ഇന്ന് തീ പറക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.